അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. സാരല്ല ഗിരിയേട്ടാ. നാളെ കോളേജില്ലേ? ആദ്യം പ്രശ്നം തീരട്ടെ. മഹിമ വരുന്നു. പോയിട്ട് എന്തായി? ചേച്ചി സേഫായിട്ട് വീട്ടിലെത്തി. ചേച്ചി സേഫായി വീട്ടിലെത്തി എന്നറിഞ്ഞിട്ടും നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത? ഇതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അതെ, പക്ഷെ അവിടെ വെച്ച് ഞാൻ ഗിരിയേട്ടന്റെ കൂടെ ചേച്ചിയെ കണ്ടു. അവര് വളരെ സന്തോഷത്തിലായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. കാണാതെ പോയ ഭാര്യ തിരിച്ചു വരുമ്പോ ഏതൊരു ഭർത്താവിന് സന്തോഷം തോന്നും. അത് സ്വാഭാവികമല്ലേ. ഗിരിയേട്ടന് അച്ഛന്റെ മരണത്തിലുള്ള പങ്കിനെ കുറിച്ചെല്ലാം ഇത്ര പെട്ടെന്ന് ചേച്ചിക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിയുടെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് അച്ഛനേക്കാൾ വലിയ സ്ഥാനം ഗിരിയേട്ടന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും ഗിരിയേട്ടൻ മഞ്ജു ചേച്ചിയുടെ ഭർത്താവല്ലേ. പോരാത്തതിന് അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയല്ലേ. അത്ര പെട്ടെന്ന് ഗിരിയേട്ടനെ വെറുക്കാൻ ചേച്ചിക്ക് കഴിയില്ല. മുകുന്ദേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താ നീ ക്ഷമിക്കില്ലേ? വക്കീൽ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു വിശ്വാസം മഞ്ജു ചേച്ചിക്ക് ഗിരിയേട്ടന്റെ മേലെ ഉണ്ടാവും. വെറുതെ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സത്യം അതല്ലാന്ന് വ്യക്തമായില്ലേ. ഇനിയും ഗിരിയേട്ടനെ വിശ്വസിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ അച്ഛനെ കൊന്ന് ഗോപാലന്റെ നിഴലായ അയാൾ ഇപ്പോഴും നടക്കുന്നേ. നിനക്ക് ഗിരിയേട്ടനോട് ദേഷ്യം തോന്നാൻ ഒരു 100 കാരണം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മഞ്ജു ചേച്ചി അയാളെ വെറുക്കണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ? ചേച്ചിക്ക് ശരിയും തോന്നുന്ന ചേച്ചി ചെയ്യട്ടെ. എന്തായാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വഴി ഒരേ ദിശയിലല്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. നിങ്ങൾ മേലും കീഴും നോക്കാതെ എന്റെ കൂടെ നിന്നത്. ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ആരും പിൻവാങ്ങിയില്ല. എന്താ പോലെ താങ്ക്സ് പറയാനുള്ള പരിപാടിയാണോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലേ നിനക്ക് നല്ല ഇടി കിട്ടുവേ. നമ്മുടെ ഇടയിൽ താങ്ക്സ് സോറി ഒന്നും വേണ്ട. അല്ല, സഞ്ജയ് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇടി പേടിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. കക്ഷി നല്ല ഉറക്കവാ. എന്നവാ അവനെ അഴിച്ചു വിട്ടേക്കാം. ഇവനെ എന്തിനാ നമ്മൾ വിടുന്നത്? ജസ്റ്റിന്റെ കുടുംബത്തിന് ഗോപാലിനെ കൊണ്ട് കാശ് കൊടുപ്പിച്ചിട്ട് വിട്ടാ പോരെ? അത് വേണ്ട. ഞാൻ അയക്ക് വാക്ക് കൊടുത്തത് ചേച്ചി വിട്ടാ ഇവനെ വെറുതെ വിടാന്ന്. വാക്ക് മാറ്റുന്ന ശീലം എനിക്കില്ല. പിന്നെ ജസ്റ്റിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ട കാശ് നമ്മൾ ആ ലെഡ്ജർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങും. അത് ശരിയാ. എന്നാ വാ, എങ്ങനെങ്കിലും ശല്യത്തെ ഒഴിവാക്കാം. എഴുന്നേക്ക് എഴുന്നേക്ക്. നീ കാരണം എന്റെ ചേച്ചി എനിക്ക് രക്ഷിക്കാൻ പറ്റി. അതിനുള്ള നന്ദി എനിക്ക് നിന്നോടുണ്ട്. നിന്റെ അച്ഛൻ വാക്ക് പാലിച്ച സ്ഥിതിക്ക് ഞാനും വാക്ക് പാലിക്കാം. പൊക്കോ. നിങ്ങളാരും ജയിച്ചു എന്ന് കരുതണ്ട. എന്നോട് ചെയ്തതിന് ഡാഡി ഉറപ്പായിട്ട് നിങ്ങളോട് പകരം ചോദിക്കും. പോകാൻ നേരത്തെങ്കിലും കല്ലോട് തരം കാണിക്കാതെ പോടാ. ഞാൻ ആരാണെന്ന് നിന്നെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇവനെ ഞാനിന്ന്. ഏയ് വേണ്ട സൂരജ്. എല്ലാരും ഒന്ന് പുറത്തു നിന്നേ. എനിക്ക് സഞ്ജയോട് പേഴ്സണലായ ഒരു കാര്യം പറയാനുണ്ട്. മഹിമ, അത് നിങ്ങൾ പേടിക്കണ്ട. സഞ്ജയ് എന്നെ ഒന്നും ചെയ്യില്ല. ഇവൻ എന്ത് സംഭവിക്കുമെന്ന് ഇവന് നന്നായിട്ട് അറിയാം. നടക്കടാ. ഇനി എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കാല് പിടിച്ച് നിന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പാപ്പി ചോദിക്കാനാണോ? നിനക്കാകുമ്പോ കാല് പിടിച്ച് നല്ല ശീലമുണ്ടല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് നിനക്ക് നല്ലതാ. അതിനുശേഷം എന്നോട് എങ്ങനെ പെരുമാറണോന്ന് നീ തന്നെ ചിന്തിച്ചോ. ഇനിയും ഞാനുമായിട്ട് ഉടക്കണോന്ന് നീ ചിന്തിച്ചോ. നീ
എന്ത് പറഞ്ഞടി അവനെ ഇത്ര ശാന്തമാക്കിയത്? അവനെതിരെ ഇറക്കാനുള്ള ഒരു തുറുപ്പച്ചീട്ട് എന്റെ കയ്യിലുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതൊക്കെ സമയമാകുമ്പോ പറയാം. തൽക്കാലം ഇപ്പൊ പോവാം. നാളെ കോളേജിൽ ക്ലാസ് ഉള്ളതല്ലേ. മോളെ, ഇത്ര നേരമായിട്ട് സഞ്ജു വീട്ടിലെത്തിയിട്ടില്ലല്ലോ. മഹിമ പറഞ്ഞ വാക്കിന്ന് പിന്മാറി സഞ്ജുവിനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞാലോ? അവൾ അങ്ങനെ വല്ലതും ചെയ്താ മുകുന്ദനെ ഞാൻ കൊല്ലും. ആ മഞ്ജു അല്ലേ അച്ഛാ വരുന്നത്? ഇവളെന്താ ഇവിടെ? ഞാൻ ചോദിക്കാം. നീ എന്താടി ഇവിടെ? മാറി നിക്കടി. മഹിമ എവിടെയോ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എടോ, പൊട്ടം കളിക്കാൻ നോക്കിയല്ലേ താൻ വിവരം അറിയും. എന്നെ തട്ടിക്കൊണ്ടുപോയത് തന്റെ ഗുണ്ടകളാണെന്ന് എനിക്കറിയാം. അവരെ പൊക്കേണ്ട താമസം തന്റെ കളികളെല്ലാം അവസാനിക്കും. ഇപ്പോഴും ഞാൻ മാത്രമാ നിനക്ക് ശത്രുവായിട്ടുള്ളതെന്നാ നീ കരുതുന്നേ. പക്ഷെ നിനക്ക് വേറെ ശത്രുക്കളുണ്ട്. അവരിലാരെങ്കിലും ആയിരിക്കും നിന്നെ തട്ടിക്കൊണ്ടുപോയത്. വെറുതെ ഓരോ കഥകൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട. മഹിമയ്ക്ക് താൻ കാരണം എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ നിയമവും കോടതിയും ഒന്നും നോക്കില്ല. തന്റെ കുടുംബത്തിലുള്ളവരെല്ലാം തീർക്കും. ഇതൊക്കെ നീ വെറുതെ പറയുന്നേ ഉള്ളൂ. ഞങ്ങളെ നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നിയമം വിട്ട് ഒന്നും ചെയ്യാത്തവളല്ലേ നീ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് തുടരുന്നതാ നിനക്ക് കൂടുതൽ ചേർച്ച. വെറുതെ ഈ വെല്ലുവിളിയും ഭീഷണിയും ഒന്നും വേണ്ട. ഗോപാല, താൻ എനിക്കും എന്റെ കുടുംബത്തിലുണ്ടാക്കിയ നഷ്ടങ്ങൾ ചെറുതല്ല. എന്റെ അച്ഛനെ താനാണ് കൊന്നതെന്ന് അറിഞ്ഞിട്ടും ഞാൻ പ്രതികാരം ചെയ്യാത്തോണ്ടായിരിക്കും ഞാൻ ശക്തിയല്ലെന്ന് താൻ കരുതുന്നത്. എന്റെ കുടുംബത്തിനൊരു ദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ സംയമനം പാലിക്കുന്നത്. പക്ഷേ എന്റെ കുടുംബത്തിന് താൻ കാരണം ഒരു ദോഷം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയ പിന്നെ എനിക്ക് മേലും കീഴും ഒന്നും നോക്കാനില്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും ഞാനങ്ങ് തീർക്കും. നാളെ രാവിലെ വരെ ഞാൻ ക്ഷമിക്കും. അതിനുള്ളിൽ മഹിമ വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ തന്റെ മോളെ ഞാൻ തന്റെ കൺമുമ്പിലിട്ട് തന്നെ കൊല്ലും. ഇത് പറയുന്നത് മാധവന്റെ മോളാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവള് വെറുതെ വാശിക്ക് ഡയലോഗ് അടിച്ചതാ. അല്ല മോളെ, ഇത്തവണ അവള് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. അവളുടെ കണ്ണുകളിൽ അത് കാണാം. അവളുടെ കുടുംബത്തെ തൊട്ട് കളിച്ചാ അവള് പ്രതികരിക്കും. ഇനി അങ്ങോട്ട് മഞ്ജുവിനെയും മഹിമയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. രണ്ടുപേരും അപകടകാരികളാ.